ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ലക്ഷ്മിയുടെ എവിക്ഷൻ ആണ്. അത് ലക്ഷ്മിയാണ് പുറത്താകുന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇതൊരു പുതിയ കാര്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലക്ഷ്മിയാണ് ഈ ആഴ്ച പുറത്താകുന്നത്. സിംഗിൾ എവിക്ഷൻ ആണ്, ഡബിൾ എവിക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ പിന്നെ എന്തിനാണ് 2 കാറ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പ്രവേശിക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഒരു കാറ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വരുന്നത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്ന ഇവരെ 2 പേരെയും ഒരു കാറിനുള്ളിൽ ആക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതിന് ലക്ഷ്മിയെ പുറത്തേക്ക് വിടുന്നു, അക്ബറിനെ തിരിച്ച് വീടിനകത്തേക്ക് കൊണ്ടുവരുന്നു. അതിന് ഒറ്റ കാറ് പോരെ? എന്തിനാണ് 2 കാറ് പോകുന്നത്? ഇന്നലത്തെ നമ്മൾ പ്രോമോയിൽ കണ്ട കാര്യമാണ്. 2 കാറാണ് മാരുതി സുസുക്കിയുടെ ആ വിക്ടോറിയസ് എന്ന് പറയുന്ന 2 വണ്ടിയാണ് ഹൗസിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഒരു കാറിൽ അക്ബറും ഒരു കാറിൽ ലക്ഷ്മിയും. അക്ബറിന്റെ കാറ് തിരിച്ചു വരും. എന്റെ ഒരു ഊഹം ഞാൻ പറയുകയാണ് കേട്ടോ. അക്ബറിന് കാറിനകത്ത് വെച്ച് ആ ഒരു മോർണിംഗ് ടാസ്കിന് ലെറ്റർ കൊടുക്കുന്ന പോലത്തെ ചെറിയ ആ ഒരു കാർഡ് ഉണ്ടല്ലോ, ആ കാർഡിനകത്ത്, ക്യൂ കാർഡിനകത്ത് ബിഗ് ബോസ് എന്തെങ്കിലും എഴുതി കൊടുത്ത് ഒരു ഹിന്റ് കൊടുത്താൽ പോരെ? ഈ ഒരു അണിയറ പ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലും ഒരു ക്ലൂ കൊടുത്താൽ പോരെ? ഒരു കാർഡ് കൊടുത്താൽ പോരെ? ആ കാർഡ് വായിച്ച് അക്ബറിന് മനസ്സിലാവും ഇന്ന ആൾക്കെതിരെ കളിക്കാം, ഇന്ന രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോയാൽ ഞാൻ ടോപ്പ് 5 എത്തും എന്ന് പറഞ്ഞൊരു കാർഡ് കൊടുത്താൽ പോരെ? അല്ല, അങ്ങനെയൊന്നും ബിഗ് ബോസ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം മുമ്പുള്ള സീസൺസിലൊക്കെ ഇങ്ങനെയുള്ള ഹിന്റുകൾ ബിഗ് ബോസ് ആയിട്ട് തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ആ ഷോ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന മെഷേഴ്സ് ആണ്. അതിനെ നമുക്കൊന്നും ഒരു രീതിയിലും കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് ഈ രീതിയിൽ 2 കാറ് അകത്തേക്ക് വിടുന്നതിന് പിന്നിലെ ആ ഒരു ഉദ്ദേശശുദ്ധിയാണ് ഞാൻ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അക്ബറിനോട് നമുക്ക് എന്തോ വിരോധം ഉണ്ട്, അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് തോന്നിയേക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ള ഇതാണ്, അക്ബർ അത്യാവശ്യം ടാലന്റഡ് ആയിട്ടുള്ള നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ അതിനനുസരിച്ച് ഒരു സപ്പോർട്ട് അക്ബറിന് ഇതുവരെ പുറത്ത് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് നെഗറ്റീവ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ നെഗറ്റീവ് ഗെയിം അല്ലായിരുന്നു അക്ബർ കളിച്ചത്. വേറുള്ളവരുടെ ഗെയിമിൽ പങ്കുചേർന്ന് അവരുടെ ഗെയിമിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഗെയിമാണ് അക്ബർ കളിച്ചുകൊണ്ടിരുന്നത്. അക്ബർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇനി മുതൽ അങ്ങോട്ട് മുമ്പോട്ട് എന്തായിരിക്കും? പ്രോപ്പർ നെഗറ്റീവ് രീതിയിലായിരിക്കും പോകാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരാഴ്ച അക്ബറിന്റെ ഗെയിം എവിഡന്റ് ആയ ഒരു മാറ്റം കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ക്ലൂ കൊടുത്തിട്ട് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് പ്രേക്ഷകർ ഇത് പറയുന്നുണ്ട്, ഒരുപാട് കോമന്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഞാൻ ഈ പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ലേമാൻസ് POVയിലാണ് പറയുന്നത്, ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള ഒരു POVയിലാണ് പറയുന്നത്. ഇതുവരെ അങ്ങനെ ആയിരുന്നു, ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ നമ്മള് വലിയ റിവ്യൂവർ അല്ലെങ്കിൽ നിഷ്പക്ഷമായ എന്നുള്ള ഒരു സംഭവം, ഒരു അവകാശവാദങ്ങളും ഇല്ലാതെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതും. അതങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ഇഷ്ടം തോന്നുന്നവരെ ഇഷ്ടമാണ്, സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെ നമ്മൾ പറയും. സംഭവം ഇതാണ്, കാറിനുള്ളിൽ അക്ബറിനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആണെങ്കിൽ അക്ബറിന്റെ ഗെയിമിൽ ഓഫ് കോഴ്സ് എവിഡന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരും. അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.